നമസ്തേ, ഞാൻ ശിവൻ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഒഴിവ് വന്ന സീറ്റുകളിലോട്ടുള്ള സ്ട്രേ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 2021 ജനുവരി 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഒഴിവ് വന്ന സീറ്റുകളിലോട്ട് സ്ട്രേ റൗണ്ട് വഴി വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. വിവിധ കോളേജുകളിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് അതാത് വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. mcc.nic.in എന്ന ഈ വെബ്സൈറ്റ് വഴി ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ESI-IP വാർഡായിട്ടുള്ള MBBS സീറ്റുകളുടെയും BDS സീറ്റുകളുടെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ MBBS BDS സീറ്റുകളാണല്ലോ 3 റൗണ്ട് വഴി ഫില്ല് ചെയ്തത്. ഈ 3 റൗണ്ടിലും ഫില്ല് ചെയ്യപ്പെടാത്ത സീറ്റുകൾ, വേക്കൻസി വന്ന സീറ്റുകളാണ് സ്ട്രേ റൗണ്ട് വഴി ഓഫ്ലൈനായിട്ട് ആ സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുന്നത്. 15% ഓൾ ഇന്ത്യ കോട്ടയിൽ ഒഴിവ് വന്ന ഗവൺമെൻറ് MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ അതാത് സ്റ്റേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും അത് സ്റ്റേറ്റ് റൗണ്ട് വഴി ഫില്ല് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒഴിവുള്ളത് 19 എയിംസ് മെഡിക്കൽ കോളേജുകളിൽ MBBSന് ഒഴിവ് വന്ന സീറ്റുകളും ജിപ്മറിൻ്റെ കാരക്കലിൽ ഒഴിവ് വന്ന സീറ്റുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ടുള്ള BHU, VHS, ABHS ഈ കോളേജുകളിലും ESI-IP വാർഡായിട്ടുള്ള അവരുടെ മക്കൾക്കായിട്ട്, IP വാർഡിൻ്റെ മക്കൾക്കായിട്ട് ഒഴിവ് വന്നിരിക്കുന്ന MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ MBBS, BDS, NRI സീറ്റുകൾ, ഇത്രയും സീറ്റുകളാണ് ഈ സ്ട്രേ റൗണ്ട് വഴി ഫില്ല് ചെയ്യുന്നത്. എയിംസിൽ ഒഴിവ് വന്നിരിക്കുന്ന 19 എയിംസിലും ഒഴിവ് വന്നിരിക്കുന്ന സീറ്റുകളിലോട്ട് ജനുവരി 12-ാം തീയതി ന്യൂഡൽഹിയിൽ വെച്ചായിരിക്കും ഓഫ്ലൈനായിട്ട് കൗൺസിലിങ്. ജിപ്മറിലോട്ട് പുതുച്ചേരിയിൽ വെച്ചായിരിക്കും കൗൺസിലിങ്. രണ്ടും ഓഫ്ലൈനായിട്ടാണ്. നമ്മൾ കുട്ടികൾ എല്ലാ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ അവിടെ എത്തണം. ജിപ്മറിൻ്റെ ഡേറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. jipmar.edu.in എന്ന വെബ്സൈറ്റിൽ അത് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. ESI-IP വാർഡായിട്ടുള്ള കുട്ടികളുടെ മക്കൾക്കായിട്ട് ഒഴിവ് വന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് സീറ്റുകൾ ESIയുടെ esic.nic.in/admissions എന്നുള്ള വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. സാധാരണ ബാംഗ്ലൂർ, ESIയുടെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് വെച്ച് ഓഫ്ലൈനായിട്ടാണത് ഫില്ല് ചെയ്യാറുള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ നോട്ടീസ് പബ്ലിഷ് ചെയ്യുകയും അതാത് കോളേജുകളിൽ എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുന്നവരെയാണ് പരിഗണിക്കുന്നത്. അതായത് എയിംസിൻ്റെത് ഒരുമിച്ച് ന്യൂഡൽഹിയിൽ വെച്ചും ജിപ്മറിൻ്റെത് പോണ്ടിച്ചേരിയിൽ വെച്ചും ESIയുടേത് ബാംഗ്ലൂരിൽ വെച്ചിട്ടും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ ഡീംഡ് കോളേജുകളുടെ അതാത് കോളേജുകളിലും വെച്ചായിരിക്കും അലോട്ട്മെൻറ്റ്. നമുക്ക് ആദ്യം അതിൻ്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ആർക്കൊക്കെയാണ് ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കോട്ട വഴി MCCയുടെ വെബ്സൈറ്റിൽ റൗണ്ട് 1, 2 മോപ്പപ്പിൽ ഈ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷനിൽ ചേർന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുകയില്ല. MCCയുടെ വെബ്സൈറ്റ് വഴി റൗണ്ട് 1, 2 മോപ്പപ്പ് റൗണ്ടിലോ അഡ്മിഷൻ എടുത്ത് കോളേജിൽ ചേർന്നവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും സ്റ്റേറ്റ് കോട്ട വഴി അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് അത് വേണ്ടെന്ന് വെച്ചാൽ, റിസൈൻ ചെയ്താൽ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് TC ഉൾപ്പെടെ ഉണ്ട് എങ്കിൽ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി നമുക്ക് ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. MCCയുടെ സൈറ്റിൽ റൗണ്ട് 1, 2 മോപ്പപ്പ് റൗണ്ട് 3 റൗണ്ടാണ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ 3 റൗണ്ടിനും വേണ്ടിയിട്ട് ഏതെങ്കിലും റൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചവർ ഈ റൗണ്ടിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് റൗണ്ട് 1, 2 മോപ്പപ്പ് റൗണ്ടിലോ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ചവർ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ പോവണ്ട. അവർ ലോഗിൻ ചെയ്തിട്ട്
വേക്കൻസി സീറ്റുകൾ ജസ്റ്റ് വേണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവർ റൗണ്ട് 2-ൽ അഡ്മിഷൻ കിട്ടി, ഒരു കോളേജ് അലോട്ടഡ് ആയി. മോപ്പപ്പ് റൗണ്ടിൽ ഒരു കോളേജ് അലോട്ടഡ് ആയി, പക്ഷെ പോയില്ല. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് ഫോർഫീച്ചറായി, പെനാൽറ്റി ആയിട്ട് പോയി. MCCയുടെ സൈറ്റിൽ റൗണ്ട് 2-ലോ മോപ്പപ്പ് റൗണ്ടിലോ അഡ്മിഷൻ കിട്ടിയിട്ട് പോകാത്ത കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫീസ് ഫോർഫീച്ചർ ആയതുകൊണ്ട് അവർ പുതിയതായി രജിസ്റ്റർ ചെയ്യണം. കൂടാതെ റൗണ്ട് 1-ലോ 2-ലോ മോപ്പപ്പ് റൗണ്ടിലോ ഇതുവരെ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവരും ഈ റൗണ്ടിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ റൗണ്ട് 1-ലോ 2-ലോ മോപ്പപ്പിലോ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോഴും MCCയുടെ കയ്യിൽ ഇരിക്കുന്നവർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട, പകരം ലോഗിൻ ചെയ്തിട്ട് വേക്കൻസി കണ്ടാൽ മാത്രം മതി. MCCയുടെ സൈറ്റിൽ റൗണ്ട് 1-ലും 2-ലും മോപ്പപ്പിലും ഗവൺമെൻറ് സീറ്റിന് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് 2 ലക്ഷം രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായി വരും. റൗണ്ട് 1-ലും 2-ലും നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മെയിംസും ജിമ്മറും മാത്രമേ നോക്കിയുള്ളൂ. ഇപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികളും കൂടെ പരിഗണിക്കണമെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ധാരാളം വേക്കൻസികളുണ്ട്. ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് ചെയ്തവർക്കെല്ലാം കിട്ടാനുള്ള അത്രയും വേക്കൻസികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡീംഡ് നോക്കണമെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതായി വരും. അപ്പം വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. MCCയുടെ സൈറ്റിൽ റൗണ്ട് 1-ലും 2-ലും 3-ലും രജിസ്റ്റർ ചെയ്ത് പേയ്മെൻ്റ് അടച്ച് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ പേര് 7-ാം തീയതി എലിജിബിൾ ലിസ്റ്റിൽ വരും. ഇതുവരെ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാതെ പേയ്മെൻറ്റ് അടയ്ക്കാത്തവർ നിർബന്ധമായും പുതിയതായി രജിസ്റ്റർ ചെയ്ത് വേക്കൻസികൾ അവർക്ക് കാണാം. ഗവൺമെൻറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓപ്പൺ സീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, 10,000 5,000 രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുക. ഡീംഡ് വേണമെങ്കിൽ ഓപ്പണും ഡീംഡും സെലക്ട് ചെയ്യുക, 2 ലക്ഷം രൂപ അടയ്ക്കുക. റൗണ്ട് 2-ലോ 3-ലോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് പോയില്ല എങ്കിൽ, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിയവരാണ് എങ്കിൽ പുതിയതായി ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക, ഓപ്പൺ സീറ്റ് എന്ന് സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റ് അടയ്ക്കുക. ഇനി ന്യൂ രജിസ്ട്രേഷൻ ചെയ്തവരും അല്ലെങ്കിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന കുട്ടികളും ലോഗിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. ഈ സ്റ്റേ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി മാത്രമാണ് ഈ രജിസ്ട്രേഷൻ. ഇതിനകത്ത് നിങ്ങൾ ഒരു ഓപ്ഷനും കൊടുക്കേണ്ടതായിട്ടില്ല. ഓൾറെഡി ഉള്ളവരും അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നവരും വേക്കൻസികൾ കാണാം. എയിംസിൽ ഇത്ര വേക്കൻസി, ജിപ്മറിൽ ഇത്ര വേക്കൻസി, ESIയിൽ ഇത്ര വേക്കൻസി, IP വാർഡായിട്ട് അവരുടെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് കാണാം. അവിടെ എവിടെയെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുകയോ ഓപ്ഷൻ കൊടുക്കുകയോ ചെയ്യണ്ട. പകരം നിങ്ങളെ 7-ാം തീയതി എലിജിബിൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നോളൂ. എലിജിബിൾ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തവരാണ് എന്നാലും നിങ്ങൾക്ക് ഫോർഫീച്ചർ ആയിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസി സീറ്റ് കണ്ടാൽ നിങ്ങളെ തീർച്ചയായും 7-ാം തീയതിയിലത്തെ എലിജിബിൾ ലിസ്റ്റിൽ പരിഗണിക്കും. എലിജിബിൾ ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾക്ക് ആ കോളേജുകൾ കിട്ടിയെന്നല്ല അർത്ഥം. നിങ്ങൾക്ക് അതാത് കോളേജുകളുടെ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. എയിംസിനാണെങ്കിൽ ജനുവരി 12-ാം തീയതി ഈ ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾ 12-ാം തീയതി രാവിലെ 9 മണിക്ക് ജവഹർലാൽ ഓഡിറ്റോറിയത്തിൽ ഹാജരാവണം. അവിടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ വെരിഫൈ ചെയ്തിട്ട് റാങ്ക് ഓർഡർ അനുസരിച്ച് അലോട്ട്മെൻറ്റ് നടത്തും. കാരക്കലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ പുതുച്ചേരിയിൽ നേരിട്ട് ചെല്ലണം. ESI ആണെങ്കിൽ ESIയുടെ വെബ്സൈറ്റിൽ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ നേരിട്ട് ചെല്ലണം. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കോളേജുകളിൽ അമൃത, എനപ്പോയ പോലുള്ള കോളേജുകളാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കുകയും അവിടെ എങ്ങനെയാണോ സ്ട്രേ വേക്കൻസി ഉണ്ടാവുക, സ്ട്രേ വേക്കൻസി ഫില്ല് ചെയ്യുന്നത്, ആ രീതിക്കനുസരിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റുമായിട്ട് അതാത് കോളേജുകളിൽ ചെന്നിട്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതാത് കോളേജുകളിൽ ചെന്നിട്ടാണ് നിങ്ങൾ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കേണ്ടത്. ഗൈഡ് ലൈൻസിനകത്ത് നോ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി റൗണ്ട് 1-ലും 2-ലും മോപ്പപ്പിലും രജിസ്റ്റർ ചെയ്യുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട. പക്ഷേ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കണമെങ്കിൽ അവരുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണോ ഉള്ളത് അത് നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടാത്ത MCCയുടെ സൈറ്റിൽ ഇപ്പോൾ ഉള്ളവരാണോ എന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി പോയാൽ നിങ്ങൾക്ക് പുതിയതായി രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാം. ഇതിനകത്ത് MCCയുടെ സൈറ്റിൽ നമുക്ക് വന്നിരിക്കുന്ന ഷെഡ്യൂളാണിത്. MCCയുടെ സൈറ്റിൽ മുമ്പ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ടോ എയിംസിന് വേണ്ടിയിട്ടോ ജിപ്മറിന് വേണ്ടിയിട്ടോ നിങ്ങൾ റൗണ്ട് 1-ലോ
റൗണ്ട് 2-ലോ മോപ്പപ്പ് റൗണ്ടിലോ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 10,000 രൂപ അടച്ചവർ ഈ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടില്ല. അതായത് സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് MCCയുടെ സൈറ്റിൽ പുതിയതായി രജിസ്ട്രേഷൻ ഇല്ല. പക്ഷേ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ എലിജിബിൾ ലിസ്റ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അപ്പം ഇതുവരെ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ടോ എയിംസിന് വേണ്ടിയിട്ടോ ജിപ്മറിന് വേണ്ടിയിട്ടോ ഡീംഡിന് വേണ്ടിയിട്ടോ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കാണ് ഇതിനകത്ത് 4-ാം തീയതി മുതൽ 6-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യുകയും ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ എയിംസിനോ ജിപ്മറിനോ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് 10,000 രൂപ രജിസ്റ്റർ ചെയ്യുകയും സ്ട്രേ റൗണ്ടിൽ നിങ്ങൾക്ക് ഡീംഡ് കോളേജുകളിലാണ് പോകേണ്ടതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് ബാക്കിയുള്ള തുക അടച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ പോകാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ 4-ാം തീയതി മുതൽ 6-ാം തീയതി 12 മണിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയും എയിംസും ജിപ്മറും ESI ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുകയും ചെയ്യണം. അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത പക്ഷം ആ പൈസ ഫെബ്രുവരി മാസത്തിൽ അക്കൗണ്ടിൽ തിരിച്ചു വരും. ഏതെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ സീറ്റ് നോക്കുന്നതെങ്കിൽ അമൃതയിലോ മണിപ്പാലിലോ എനപ്പോയിലോ നിറ്റയിലോ MBBSനോ BDSനോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കണം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് അത് ഫസ്റ്റ് ഇയർ ഫീസിൽ ഉൾക്കൊള്ളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരികയോ ചെയ്യും. അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ പൈസ തിരികെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. അപ്പോൾ സ്ട്രേ വേക്കൻസിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള എലിജിബിൾ ലിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ ചെയ്യേണ്ട. ഇത് റൗണ്ട് 1-ലോ 2-ലോ മോപ്പപ്പ് റൗണ്ടിലോ രജിസ്റ്റർ ചെയ്യാത്തവർ ഇപ്പോൾ 6-ാം തീയതി 12 മണിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുക. ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ റാങ്ക് 25,000 30,000 ഒക്കെ ആയിട്ട് നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടാൻ, ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് കിട്ടാൻ MCCയുടെ സൈറ്റിൽ സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കി റൗണ്ട് 1-ലോ 2-ലോ 3-ലോ ചെയ്യാത്തവർക്ക് പക്ഷേ ഇപ്പോൾ എയിംസിലും ജിപ്മറിലും ധാരാളം സീറ്റ് ഒഴിവുണ്ട് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു നിൽക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് TC ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ റാങ്ക് 25,000 30,000 എത്രയെങ്കിലും ആവട്ടെ, എയിംസിലോ ജിപ്മറിലോ നിങ്ങൾക്ക് ഇപ്പോൾ പങ്കെടുക്കണമെങ്കിൽ ഇതുവരെയും MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്യാം. അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളിലും ധാരാളം ഒഴിവുകളുണ്ട്. MBBSന് ഏതാണ്ട് 250 സീറ്റുകളോളം ഇപ്പോഴും ഒഴിവുണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ. ഫീസ് 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ വാർഷിക ഫീസ് 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള MBBS സീറ്റുകൾ ഒഴിവുണ്ട്. NRI സീറ്റിൽ ധാരാളം ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ BDS സീറ്റുകളിൽ 200ഓളം സീറ്റുകൾ BDS സീറ്റുകൾ ഇപ്പോഴും ഫില്ലായിട്ടില്ല. അപ്പം നിങ്ങളുടെ മാർക്ക് എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ, ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്റ്റർ ചെയ്തവരെ എല്ലാം റൗണ്ട് 1-ലും 2-ലും മോപ്പപ്പ് റൗണ്ടിലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവരെ എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് എത്ര വേക്കൻസി ആണോ ഉള്ളത് അതിൻ്റെ 10 ഇരട്ടി കുട്ടികളുടെ ലിസ്റ്റിൽ 7-ാം തീയതി പബ്ലിഷ് ചെയ്യും. 7-ാം തീയതി ലിസ്റ്റിൽ പേരുള്ള എല്ലാ കുട്ടികൾക്കുമാണ് ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് എയിംസിൽ പങ്കെടുക്കണമെങ്കിൽ, ജിപ്മറിൽ പങ്കെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ESI കോട്ടയിലോ ഡീംഡിലോ പങ്കെടുക്കണമെങ്കിൽ 7-ാം തീയതി MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന എലിജിബിലിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവണം. അത് വേക്കൻസിയുടെ 10 ഇരട്ടി കുട്ടികളുടെ പേരായിരിക്കും ഇടുന്നത്. റൗണ്ട് 1-ലോ 2-ലോ മോപ്പപ്പ് റൗണ്ടിലോ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവരുടെ പേര് അതിനകത്തുണ്ടാവുകയില്ല. ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരുടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നവരുടെ പേര് ഇതിനകത്തുണ്ടാവും. പക്ഷേ അവർക്ക് നിലവിലുള്ള കോളേജുകളിൽ നിന്നും ക്വിറ്റ് ചെയ്ത് റിസൈൻ ചെയ്ത് ഒഴിവായി TC ഉൾപ്പെടെയുള്ളത് മേടിച്ചാൽ മാത്രമേ ഈ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ കോളേജിൽ ചെല്ലുമ്പം എയിംസിനായിട്ട് നമ്മൾ 12-ാം തീയതി നമ്മൾ ന്യൂഡൽഹിയിൽ ചെല്ലുമ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ TC ഉൾപ്പെടെയുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ നമുക്ക് സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ
ഇവിടുന്ന് നമ്മൾ ക്വിറ്റ് ചെയ്തിട്ട് പോകണമെന്നർത്ഥം. അങ്ങനെ ലിസ്റ്റിൽ പേരുള്ള കുട്ടികളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വിവിധ കോളേജുകൾക്ക് 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നടത്താം. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഓരോ കോളേജുകളിലാണെന്ന് പറഞ്ഞു. അപ്പം അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം. ആ കോളേജിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും. 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എന്നും അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ല. ആ കോളേജുകൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് ഡേറ്റിൽ അഡ്മിഷൻ എടുക്കണമെന്ന്. അപ്പം നിങ്ങൾ അമൃതയുടെയും മണിപ്പാലിൻ്റെയും എനപ്പോയുടെയൊക്കെ സൈറ്റുകൾ പരിശോധിക്കുക. അവിടെ എന്നാണോ സ്ട്രേ വേക്കൻസി റൗണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ പങ്കെടുക്കുക. കുട്ടി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളായിട്ട് പങ്കെടുക്കണമെന്ന് മാത്രം. 7-ാം തീയതി MCCയുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവുകയും ചെയ്യണം. എയിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി എയിംസിൻ്റെ സൈറ്റിൽ ജനുവരി മാസം 12-ാം തീയതി രാവിലെ 9 മണിക്ക് ജവഹർലാൽ ഓഡിറ്റോറിയത്തിൽ എത്തുന്ന കുട്ടികളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കുട്ടികൾ എത്തണം. അവിടെ എത്തുന്ന കുട്ടികളുടെ റാങ്ക് ഓർഡർ അനുസരിച്ചായിരിക്കും എയിംസിൻ്റെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ജിപ്മറിൽ കാരക്കലിൽ ഒഴിവുകൾ വരുന്ന സീറ്റുകളിലേക്ക് പുതുച്ചേരിയിൽ വെച്ചായിരിക്കും അലോട്ട്മെൻറ്റ്. അതിൻ്റെ ഡേറ്റ് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ വരും. ESIയുടെ വെബ്സൈറ്റിൽ ESI അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസും വരും. എയിംസിൽ നിലവിൽ ഈ 19 കോളേജുകളിലോട്ടും ജനറൽ വിഭാഗത്തിൽ 36 സീറ്റുകൾ ഒഴിവുണ്ട്. 9,000 റാങ്ക് വരെയുള്ളവരാണ് അവർ കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അഡ്മിഷൻ കിട്ടാത്തവർക്കും ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് 15,000-ഓ 20,000-ഓ ആണെങ്കിലും കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. മറ്റൊരു കോളേജിലും അഡ്മിഷൻ എടുക്കാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് മാത്രമേ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. OBC വിഭാഗത്തിൽ ഏതാണ്ട് 44 സീറ്റുകളാണ് എയിംസിൽ ഉള്ളത്. EWS വിഭാഗത്തിൽ ഒഴിവുണ്ട്. SC വിഭാഗത്തിലും ST വിഭാഗത്തിലും ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ റിസർവേഷൻ കാറ്റഗറിയിലെല്ലാം PWD കാറ്റഗറിയിൽ ഓരോ വിഭാഗത്തിൻ്റെയും PWD കാറ്റഗറിയിൽ ഒഴിവുണ്ട്. അപ്പം ജനറൽ ഇപ്പം 36 സീറ്റുകൾ അല്ലെ OBCയിൽ 44 സീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ളൂ എങ്കിലും ഈ സ്ട്രേ വേക്കൻസിയിൽ അവിടെ അതാത് കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത കുട്ടികളുടെ സീറ്റുകൾ മറ്റേ കാറ്റഗറിയിലോട്ട് മാറ്റുമല്ലോ. അത് നിങ്ങൾക്ക് ഓൾറെഡി റിവേഴ്സൺ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. STയുടെ PWD ഇല്ലെങ്കിൽ ST ആയിട്ട് പരിഗണിക്കും, STയിൽ ഇല്ലെങ്കിൽ അത് SC ആയിട്ട് പരിഗണിക്കും, SCയിൽ ഇല്ലെങ്കിൽ OBC ആയിട്ട്, അങ്ങനെയാണല്ലോ റിവേർഷൻ. അപ്പം അതാത് കാറ്റഗറിയിൽ ഏതെങ്കിലും കുട്ടികൾ ഇല്ല എങ്കിൽ, അവൈലബിൾ അല്ല എങ്കിൽ ആ സീറ്റും കൂടെ മറ്റ് വിഭാഗത്തിന് കിട്ടും. അതുകൊണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉള്ള കുട്ടികൾ നിങ്ങളുടെ റാങ്ക് എത്രയും ആണെങ്കിലും ജനുവരി 12-ാം തീയതി ജവഹർലാൽ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ്. 2020-21 MBBSൻ്റെയും BDSൻ്റെയും അക്കാഡമിക് സെഷനുകൾ ഫെബ്രുവരി 2-ാം തീയതി ക്ലാസ്സുകൾ തുടങ്ങും. ഇത് കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി തുടങ്ങേണ്ടതായിരുന്നു. COVID-19 കാരണം ഇത് 2021 ഫെബ്രുവരി 2-ലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ ഫെബ്രുവരി 2-ാം തീയതി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ സ്ട്രേ വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. MCCയുടെ സൈറ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 6-ാം തീയതി 12 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. എയിംസും ജിപ്മറുമാണ് നോക്കുന്നതെങ്കിൽ 10,000-ഉം, ഡീംഡ് ആണ് നോക്കുന്നതെങ്കിൽ 2 ലക്ഷവും അടയ്ക്കണം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുകയും അഡ്മിഷനൊന്നും ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. വേക്കൻസി എത്രയാണോ അതിൻ്റെ 10 ടൈംസ് കുട്ടികളുടെ ലിസ്റ്റ് 7-ാം തീയതി സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. വീണ്ടും നമ്മൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ആ കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കി എന്നാണോ സ്ട്രേ റൗണ്ട് അവിടെ കുട്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഹാജരാകുക. എയിംസിലാണെങ്കിൽ 2021 ജനുവരി 12-ാം തീയതി രാവിലെ 9 മണിക്ക് ജവഹർലാൽ ഓഡിറ്റോറിയത്തിൽ ഹാജരായിരിക്കുന്ന കുട്ടികളുടെ റാങ്ക് ഓർഡർ അനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഈ സ്ട്രേ റൗണ്ടിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് സീറ്റ് മെട്രിക്സ് ഓൾറെഡി സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏതാണ്ട് MBBSന് ജനറൽ കാറ്റഗറിയിൽ 250 സീറ്റുകൾ, BDSന് 200 സീറ്റുകൾ, NRI സീറ്റുകൾ ധാരാളം ഒഴിവുണ്ട്. NRI സീറ്റിൽ ആളില്ല എങ്കിൽ അത് ജനറൽ വിഭാഗത്തിലോട്ട് എടുക്കും. അപ്പം ഇതുവരെയും അഡ്മിഷൻ കിട്ടാതെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ കഴിവിനൊത്തുള്ള ഫീസിലുള്ള കോളേജുകളിൽ ഇപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റുകൾ നോക്കിയിട്ട് ഈ സ്ട്രേ റൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. എയിംസിലും ജിപ്മറിലും വേക്കൻസികൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. എത്ര കോളേജുകളിൽ എത്ര കാറ്റഗറിക്ക് അനുസരിച്ചുള്ള സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് മനസ്സിലാകും.
ആ നിലവിലുള്ള കാറ്റഗറിയിൽ കുട്ടികൾ എത്തിയിട്ടില്ല എങ്കിൽ അത് മറ്റുള്ള കാറ്റഗറിയിൽ പരിഗണിക്കുകയും ചെയ്യും. ജിപ്മർ കാരക്കലിൽ ജനറൽ വിഭാഗത്തിൽ 6 സീറ്റുകളും OBC വിഭാഗത്തിൽ 6 സീറ്റുകളും ഒഴിവുണ്ട്. ESI IP വാർഡുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന MBBS സീറ്റുകൾ ജനറൽ വിഭാഗത്തിൽ 1 സീറ്റും EWS കാറ്റഗറിയിൽ 1 സീറ്റും. നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാം. നിങ്ങൾ OBC അനുസരിച്ചോ അല്ലെങ്കിൽ SC കാറ്റഗറിയോ ST കാറ്റഗറിയോ EWS കാറ്റഗറി തിരിച്ചാണ് നിങ്ങൾ അലോട്ട്മെന്റ് പോകുന്നതെങ്കിൽ, നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൊണ്ടുചെല്ലണം. ഇല്ലെങ്കിൽ നിങ്ങളെ ജനറലായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ OBCയോ SCയോ STയോ EWSോ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി PWDയിലാണ് പരിഗണിക്കുന്നതെങ്കിൽ നിശ്ചിത ഫോർമാറ്റിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇത് കൂടാതെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുചെല്ലണമെന്ന് അറിയാനായിട്ട് കൗൺസിലിംഗ് സ്കീമിൻ്റെ പേജിനകത്ത് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ കൊണ്ടുചെല്ലുന്ന സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, സ്കോർ കാർഡ്, 10th 12th ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോയെ, അങ്ങനെയുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഈ സ്ട്രേ വേക്കൻസിക്കായിട്ട് കൊണ്ടുചെല്ലേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ട് MCCയുടെ സൈറ്റിൽ ഓൾറെഡി ഗൈഡ് ലൈൻസ് നിലവിൽ വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കാവുന്നത്, എന്തൊക്കെയായിരിക്കും നിബന്ധനകൾ എന്നുള്ളത് അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഗൈഡ് ലൈൻസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ കോളേജുകൾക്ക് അലോട്ട്മെൻറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓൾറെഡി വേക്കൻസി ഉള്ളതിൻ്റെ 10 ടൈംസ് ലിസ്റ്റ് MCCയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ആവശ്യത്തിനുള്ള സമയം ഇവിടുത്തെ ഈ ഓരോ കോളേജുകളിലും പെട്ടെന്ന് സ്ട്രേ വേക്കൻസി നടത്താതെ അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അവിടുത്തെ നിയമങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ആവശ്യത്തിന് സമയം സ്ട്രേ വേക്കൻസിക്ക് ഓരോ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കണം. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം അനുവദിക്കും. എന്താണ് സ്ട്രേ വേക്കൻസിയുടെ കണ്ടീഷൻസ് എന്നുള്ളത് ഓരോ വെബ്സൈറ്റുകളിലും പബ്ലിഷ് ചെയ്യണം. എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഫിസിക്കലായിട്ട് തന്നെ ചെന്നിരിക്കണം. ഓൾറെഡി MCCയുടെ സൈറ്റിൽ NRI സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുത്ത് NRI കാറ്റഗറി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവരെ മാത്രമേ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ NRI സീറ്റ് ഒഴിവ് വന്നിരിക്കുന്നതിലോട്ട് പരിഗണിക്കുകയുള്ളൂ. പുതിയതായിട്ട് ഇപ്പോൾ നിങ്ങൾ ജനറൽ ആണെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാനാവുകയില്ല. കൗൺസിലിംഗ് പ്രോസസ്സുകൾ ഏത് കോളേജുകളിലാണെങ്കിലും, എയിംസിൻ്റെ ആണെങ്കിലും ജിപ്മറിലാണെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൗൺസിലിംഗ് പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമ്മളവിടെ ചെല്ലുന്ന കുട്ടികളെ ആദ്യം സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ എയിംസിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ 12-ാം തീയതി 9 മണിക്ക് ചെല്ലുമ്പം ചെന്നിരിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കും. നിങ്ങൾക്ക് അർഹതയുണ്ടോ, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ ഉണ്ടോ നിങ്ങളുണ്ടോ എന്ന് നോക്കും. നിങ്ങളുടെ പേര് എലിജിബിൾ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കും. അങ്ങനെയുള്ളവരെയാണ് ഓഡിറ്റോറിയത്തിലോട്ട് പ്രവേശിപ്പിക്കുക. ആ കുട്ടികളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഓഡിറ്റോറിയത്തിനകത്ത് കയറ്റുമ്പോൾ നിങ്ങളെ റാങ്ക് ഓർഡറിൽ നിർത്തും. ആ റാങ്ക് ഓർഡറിൽ നിർത്തിയിട്ട് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് റാങ്ക് ഓർഡറിൽ തന്നെയായിരിക്കും ഈ സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ്. ഈ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ലിസ്റ്റ് വീണ്ടും MCCയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ ഈ എലിജിബിൾ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് എടുത്തതെന്ന് നിങ്ങൾക്കതിൽ നിന്ന് ഉറപ്പാക്കാൻ പറ്റും. എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെയും ESI കോളേജുകളുടെയും സ്ട്രേ വേക്കൻസി MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി പോയിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാം. എലിജിബിൾ ലിസ്റ്റ് 7-ാം തീയതി പബ്ലിഷ് ചെയ്യും. എയിംസിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു, 12-ാം തീയതിയാണ്. ജിപ്മറിൻ്റെ വെബ്സൈറ്റ് നോക്കുക. ആ ഡേറ്റിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പുതുച്ചേരിയിൽ നിങ്ങൾ ഹാജരാവണം. ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾ അമൃതയാണോ, എനപ്പോയോ, നെറ്റിയോ, ഹഗ്ഡിയോ ഏത് കോളേജും ആവട്ടെ ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് സ്ട്രേ വേക്കൻസി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി ആ കോളേജുകളിൽ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ സ്ട്രേ റൗണ്ടിൽ പങ്കെടുക്കാം. നിങ്ങൾ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മാത്രം. ഓരോ റിസർവേഷൻ അനുസരിച്ച് ഇത്ര സീറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഇത്ര സീറ്റുകളേ ഉള്ളൂ എന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ട. നിശ്ചിത റിസർവ് കാറ്റഗറിയിൽ ആ കുട്ടികൾ എത്തിയില്ല എങ്കിൽ അത് മറ്റ് കാറ്റഗറിയിലോട്ട് മാറ്റുമെന്നുള്ളത് കൊണ്ട് എയിംസിലൊക്കെ ജനറൽ ഇപ്പോൾ 36 സീറ്റുകളേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശരാകരുത്. PWD വിഭാഗത്തിലും EWS വിഭാഗത്തിലും
SCDയും STDയും കാറ്റഗറിയിലൊക്കെ ധാരാളം വേക്കൻസികളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് എത്രയുമാണെങ്കിലും എയിംസിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഫീസ് കുറഞ്ഞ് കിട്ടുന്ന എയിംസിലും ജിപ്മറിലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നിങ്ങൾ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം. പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികൾ MCCയുടെ സൈറ്റിൽ റൗണ്ട് 1ലും 2വിലും മോപ്പപ്പിലും അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ സ്ട്രയൽ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. സ്റ്റേറ്റ് കോട്ട വഴി നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഏതെങ്കിലും കോളേജിലോ കോഴ്സിലോ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് TC ഉൾപ്പെടെയുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ സ്ട്രയൽ റൗണ്ടിൽ പങ്കെടുക്കാം. കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് MBBSലോ സെൽഫ് ഫിനാൻസിങ് BDSലോ ഗവൺമെൻറ് MBBSോ BDSോ അഗ്രികൾച്ചറോ വെറ്റിനറിയോ എവിടെയെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഒരു കോളേജിൽ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവിടുന്ന് TC ഉൾപ്പെടെയുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഈ സ്ട്രയൽ റൗണ്ടിൽ പങ്കെടുക്കാം. 2020 നീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ഈ യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.